പരിപാടികളെല്ലാം സഹോദരന്മാരെ, പണ്ഡിതന്മാരെ പച്ചയായി തെറി വിളിച്ചു, പച്ചയായി കളിയാക്കി, പരിഹസിച്ചു, അവഹേളിച്ചു. എവിടത്തോളം അറിയോ? പണ്ഡിതന്മാർ അവഹേളിച്ചവഹേളിച്ചവഹേളിച്ച് നിസ്സാരപ്പെടുത്തി ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ, സുൽത്താനുൽ ഉലമാ, കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? സംസാരിച്ച് അറിയോ? ഈ അടുത്ത് ഒരു കാസറ്റ്, എന്താ കാസറ്റ്? നാടകത്തിന്റെ കാസറ്റ്. ആ കാസറ്റിന്റെ പേരാണ് ഒടുക്കത്തെ മുസീബത്ത്. അത് അവരുടെ ഒടുക്കത്തെ മുസീബത്ത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒടുക്കത്തെ മുസീബത്ത് എന്നാണ് ആ നാടകത്തിന്റെ പേര്. ആ നാടകത്തിൽ കാന്തപുരം ഉസ്താദിനെ കളിയാക്കുന്നത്, നാടകം കളിച്ചുകൊണ്ട് ഇതിൽ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകളാ. ഏതെങ്കിലും തമ്മാടികൾ അല്ലെങ്കിൽ സാധാരണക്കാരല്ല ചെയ്യുന്നത്, നാടന്മാരല്ല ചെയ്യുന്നത്. പിന്നെ അവരുടെ പ്രബോധന രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് കാന്തപുരം ഉസ്താദിനെ കളിയാക്കിക്കൊണ്ട് നാടകം നടക്കും. ഒടുക്കത്തെ മുസീബത്ത് പോലും. ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. ഒടുക്കത്തെ മുസീബത്ത് നാടകം. ദിവസമായിട്ട് പിരിവൊന്നും നടക്കുന്നില്ല. കോംപ്ലക്സ് അടക്കം ബാങ്കിൽ പണയത്തിലാണ്. അറബികളാരും കുടുങ്ങുന്നില്ല. ചാനൽ റിപ്പോർട്ടർമാരുടെ മുമ്പിൽ പോലും മുട്ടുമടക്കേണ്ട അവസ്ഥയാണ്. ആ അമ്പലക്കട പൈസയും കൂരിയാട് നദവിയും SK സദഫിന്റെ കുട്ടികളും സനതും ചോദിച്ച് പിന്നാലെ എങ്ങനെ നടക്കുക. ആട്ടെ, എന്തുവാ പേര്? അബൂബക്കർ എന്നാ. ഏതാ നാള്? മൂലത്തിൽ നക്ഷത്രം. മൂലത്തിൽ നക്ഷത്രമുള്ളവർക്ക് ആസനത്തിൽ ആല് മുളച്ചാലും അത് തണലായിരിക്കും. ആട്ടെ, ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ടോ? ഉറങ്ങാറേ ഇല്ല. ആർത്തി പൂണ്ടവർക്ക് ഉറക്കം വരയാറേ ഇല്ല. ആട്ടെ, ചങ്ക് പൊട്ടി കീറാറുണ്ടോ? പത്രക്കാരെ കണ്ടാൽ ചങ്കിലെ വള്ളം പറ്റും. മുടിയെന്ന് കേട്ടാൽ പേടി തോന്നാറുണ്ടോ? മുടിയെന്ന് കേട്ടാൽ എന്നല്ല, മൂ എന്ന് കേട്ടാൽ തന്നെ ബോധം പോവും. ഓഹോ, ഈ രോഗലക്ഷണം അതാണ്, മറ്റൊന്നുമല്ല. കുരുത്തക്കേട് തന്നെയാണ് ഈ രോഗവും. ഇനിയിപ്പം എന്തു ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ജീവിതകാലത്ത് കിട്ടിയതല്ലേ, മരണശേഷം അത് കിട്ടുമാറുന്നു പ്രയാസ. ആട്ടെ, ഇയാൾ നേർച്ച നടത്താൻ തയ്യാറുണ്ടോ? നാട്ടുകാർ തല്ലി ഓടിക്കും. അപ്പോ സിയാറത്തോ? മനസ്സ് സമ്മതിക്കൂല. അങ്ങനെയെങ്കിൽ മുഖം കെട്ടുകൊണ്ട് എന്നെ ജീവിച്ചു കൊള്ളുക. ആട്ടെ, തൽക്കാലം അങ്ങേർക്ക് ഞാനൊരു ബെൽറ്റ് തരാം. ഈ ബെൽറ്റ് രാത്രി 12 മണിക്ക് ശേഷം അരനായിക കഴിയുമ്പോൾ അരയിൽ കെട്ടുക. പിന്നെ ഒരു മോതിരം തരാം. ഈ മോതിരം വലത് കൈയിലെ നടുവിരലിൽ ഇടുക. ഇത് ഇട്ട് അറബികളുടെ കീശയിൽ കൈയിടുമ്പോൾ നല്ലോണം കാശ് കിട്ടും. മോതിരമുള്ള കൈ നല്ലോണം ആഴത്തിലിടണം. വിരൽ ശ്രദ്ധിച്ച് മോതിരമുള്ള വിരൽ അറബികളുടെ കീശയിൽ നല്ലോണം താത്തുക. ഒക്കോളൂ, എല്ലാം ശരിയാവും. ഓ ഓ ഭജന 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 ഇത് ഭജന ഇതൊക്കെ ഇസ്ലാമിന്റെ പ്രബോധനം പോലും. ഇവരൊക്കെ സുന്നത്തിയമായത്തിന്റെ ആളുകളാണ്. നാടകത്തിന്റെ സീഡി ഇറക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്താ മോന്? നിങ്ങളിത് കണ്ടോ? എന്തേ? ഖബറിന് മധ്യേ തപസ് ചെയ്താലും നീ പാപഗുണ്ടത്തിൻ പ്രതിക്രിയയാകുമോ? ആഹാ
താൻ ചെയ്ത തെറ്റുകളേറ്റി പറഞ്ഞിട്ട് ഖേദിച്ചു വന്നോളു സമസ്തയിൽ. ഇനിയൊട്ടുമേ പാര പണിയില്ല, ഒരു നാളും കളവില്ല, വഞ്ചന ചെയ്യുകില്ല. താൻ ചെയ്ത തെറ്റുകളേറ്റി പറഞ്ഞിട്ട് അപ്പോ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ അല്ല സഖാബി, അന്റെ ഉസ്താദിന് പുതിയൊരു ചട്ടിയൊക്കെ കിട്ടീന്ന് പറഞ്ഞിട്ട് എന്താ അതിന്റെ പരിപാടി? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അതിന് സനത് ഉണ്ടോ? എന്തേ ചെവിയൊക്കെ പൊത്തുന്ന്? ചെവി പൊത്തേണ്ടി വരും. സനത് ഉണ്ടോന്ന് കേൾക്കുമ്പോ ചെവിയൊക്കെ പൊത്തേണ്ടി വരും. ഇനി എസ് കെ കുട്ടികള് അതിന് വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും തയ്യാറുണ്ടോന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതല്ലേ? അപ്പോ ഇങ്ങനെ ഇതല്ലേ നാടകത്തിന്റെ ഒരു CD ഒടുക്കത്തെ മുസീബത്ത് പോലും. നിങ്ങൾ നോക്ക്, എന്താണ് ഇതിന്റെ ശറഇന്റെ വിധി? എന്താണ് കൂട്ടരെ ഇതിന്റെ വിധി? നിങ്ങൾ പറയുമോ? ഇതിന്റെ വിധി എന്താണ്? പണ്ഡിതന്മാരെ പരിഹസിച്ചുകൊണ്ട് നാടകം ഇറക്കുന്നതിന്റെ, കളിയാക്കി ചിരിക്കുന്നതിന്റെ വിധി എന്താണ്? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ മനസ്സിലാക്കാൻ ഇമാം ഇബ്നു ഹജർ ഹൈതമിയുടെ അൽ ഇഅ്ലാം ബി ഖവാത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥം, ആ കിതാബിന്റെ ഉദ്ധരണി നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, മുർത്തദ്ദാകുന്ന സംഗതികൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫറാകുന്ന വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നെണ്ണിക്കൊണ്ട് പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതികളിൽ പെട്ടതാണ്, മുർത്തദ്ദായി പോകുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. ലൗ ഹളറ ജമാഅത്തുൻ, ഒരു കൂട്ടം ജനങ്ങൾ ഹളറായി, വജലസ അഹദുഹും അലാ മകാനിൻ റഫീഇൻ, അതിൽ ഒരു മനുഷ്യൻ ഉയർന്ന ഒരു സ്റ്റേജിന്റെ മുകളിൽ ഇരിക്കുന്നു. എന്തിന്? തശ്ബീഹം ബിൽ മുദക്കിരീൻ, വഅദ് പറയുന്ന വായിദീകളെ വേഷം കെട്ടിക്കൊണ്ട് സ്റ്റേജിൽ അദ്ദേഹം നിൽക്കുകയാണ്. അഥവാ വഅദ് പറയുന്ന ഉസ്താദിനെ പരിഹസിച്ചുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുന്നു.